തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രവീൺ രാജ് 37 വയസ്സുകാരനെ ഇന്നലെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്വയം തൊഴിൽ പദ്ധതി വനിതകൾക്കായുള്ള വായ്പ, അതുപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുക്കുന്ന വായ്പകൾ, ഇതെല്ലാം കൂടെ ചേർത്ത് 3,57,00,000 രൂപയാണ് തട്ടിച്ചത്. 2020-21 കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ്. അതിനുശേഷം ഇയാൾ തിരുവനന്തപുരത്തു നിന്ന് സേവനം മതിയാക്കി കൊല്ലം ജില്ലയിലേക്ക് പോയി. കൊല്ലത്ത് അയാൾ അവിടുത്തെ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ്റെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്ത സമയത്ത് ഇന്നലെ അയാളെ അറസ്റ്റ് ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി. 3,57,00,000 രൂപ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന്, അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്വയം തൊഴിൽ സംരംഭം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഉള്ള 1,14,00,000 രൂപ. പിന്നെ ഒരെണ്ണം അയാൾ ആ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഹരിജനങ്ങളുടെ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവർക്കുള്ള പണം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 3,57,00,000 രൂപ ആ ആൾ തട്ടിച്ചെടുത്തത്. ഏതായാലും അതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ ഇയാളെ ഇവിടുന്ന് ട്രാൻസ്ഫറായി. ഇയാൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് മാറി. കൊല്ലത്തെ അവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്നലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഒരു സർക്കാർ, ഇപ്പോഴത്തെ സർക്കാരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് സർക്കാർ ജീവനക്കാർ 3 വർഷത്തേക്കുള്ളിൽ ഇരിക്കാൻ പാടില്ല. കോർപ്പറേഷൻ്റെ, പ്രത്യേകിച്ച് പഞ്ചായത്തുകളും കോർപ്പറേഷനിലൊക്കെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുപക്ഷ ഗവൺമെൻറ് 10-30 വർഷക്കാലം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ അവരുടെ സമയത്ത് ജോലി കയറിയവർ അവരുടെ കാലഘട്ടത്തിൽ തന്നെ റിട്ടയർ ചെയ്ത് പോയവർ ധാരാളം പേരുണ്ട്. ഇവരെല്ലാം കോർപ്പറേഷനിൽ സ്ഥിരമായി ചില പോസ്റ്റുകളിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്താൻ അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ട് പുതിയ ഗവൺമെൻറ്റെങ്കിലും ഇങ്ങനെയുള്ള പഞ്ചായത്തുകളും കോർപ്പറേഷനിലും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലും, പോലീസിലായാലും ശരി, ഇൻഡസ്ട്രീസിലായാലും ശരി, ലേബർ വകുപ്പായാലും ശരി, സെക്രട്ടേറിയറ്റിൻ്റെ പല വിങ്ങുകളും ഉണ്ടല്ലോ, അവിടങ്ങളൊക്കെ 3 വർഷം കഴിഞ്ഞ് അവരെയൊക്കെ ജില്ലകളിലേക്ക് മാറ്റണം. അതുകൊണ്ട് ചീഫ് സെക്രട്ടറിയും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള ഓഫീസറും ഇതിന് കൃത്യമായ രീതിയിൽ അവർ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ശരി, ഒരു 3 വർഷത്തെ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ചില താല്പര്യങ്ങളും വരും, ചില കോക്കസുകൾ ഡെവലപ്പ് ചെയ്യും, അവരുമായിട്ട് നടക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരെ പണം ഇവിടെ നിന്ന് മോഷ്ടിച്ച് മാറ്റാനുള്ള ധൈര്യം ഉണ്ടാവും, തന്നെ പിടിക്കപ്പെടില്ല. ആ സെക്ഷനൊക്കെ കൈകാര്യം ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിടിക്കില്ല എന്നാണ് കരുതിയത്. ഇവിടെ ഇപ്പം ഇയാൾ ചെയ്തിരിക്കുന്നത്, ഇയാൾ നെയ്യാറ്റിൻകരക്കാരനാണ്. നെയ്യാറ്റിൻകരക്കാരൻ കാഞ്ഞിരംകുളത്തുള്ള പ്രവീൺ രാജൻ 37 വയസ്സേ ആയിട്ടുള്ളൂ. അയാൾ ഈ പണം 1,41,00,000 രൂപ അയച്ചത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ പണം അവർക്ക് കൊടുത്തെന്ന് റെക്കോർഡുണ്ടാക്കി. പക്ഷേ പണം പോയത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സിന്ധുവിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലേക്കാണ് ആ പണം ബാങ്ക് അക്കൗണ്ട് മുഖേന ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇയാളെ പിടിക്കാതെ കുറേ നാൾ ഇയാളെ രക്ഷപ്പെട്ടത്. എങ്കിലും വിജിലൻസ് കൃത്യമായി ജോലി ചെയ്തു. ഇയാളെ ടോട്ടലായിട്ട് 3,57,00,000 പല വകുപ്പിൽ കൂടെ ഇയാൾ മോഷ്ടിച്ച് മാറ്റി സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ വ്യക്തികൾക്ക് കൊടുത്തു എന്ന് കാണിക്കുന്നത് സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ സിന്ധുവിൻ്റെ 9 ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ഈ പണം കടത്തിയത്. എന്തായാലും വിജിലൻസ് അറസ്റ്റ് ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന് ധാരാളം ഫയൽ റെക്കോർഡുകൾ പ്രതികൂലമായിട്ടുണ്ട്, ഇയാൾക്ക് പ്രതികൂലമായിട്ടുണ്ട്. അത് മുഴുവൻ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻവേരിയബിളി ഇയാൾക്കൊരു ശിക്ഷ 10 വർഷമെങ്കിലും മിനിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വിജിലൻസിന് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.